ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 2025 എൻജിനീയറിങ്ങിന് വേണ്ടിയുള്ള +2 മാർക്ക് നോർമലൈസ് ചെയ്ത് എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യും. 2008 മുതൽ ഇതുവരെയുള്ള കേരള ഹയർ സെക്കൻഡറി ബോർഡിലെ എല്ലാ മാർക്കുകളും എടുത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. 2020 മുൻപും 2020 ശേഷവും രണ്ടായിട്ട് പറയേണ്ടി വരും. 2020 ശേഷം എല്ലാ വർഷവും ഞാൻ ഈ സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കൊല്ലവും വീഡിയോ ചെയ്യാറുണ്ട്. ആ വീഡിയോ എല്ലാം ഞാൻ നിങ്ങളുടെ ഒരു പ്ലേലിസ്റ്റിൽ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ ഞാൻ കൂടുതലായി ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല മാറേണ്ട സമയമായിരിക്കുന്നു. കാരണം കേരള ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന മിടുക്കരായ കുട്ടികൾക്ക് റാങ്ക് പുറകോട്ട് പോകും. അതാണ് അതിലെ കാര്യം. എന്നാൽ 2020 മുമ്പ് ആ സിറ്റുവേഷൻ ഇല്ല. അപ്പം കാലോചിതമായി സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല മാറ്റണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കൊല്ലം പുതിയൊരു സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല എൻട്രൻസ് കമ്മീഷൻ മന്ത്രിസഭയുടെ മുന്നിൽ വെച്ചു. അത് മന്ത്രിസഭ അംഗീകരിച്ചു. ആ സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുലയെ പറ്റിയും നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അതിലെ അപാകതകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. മുൻ വർഷങ്ങളിലെ എൻട്രൻസ് റാങ്ക് കണക്കാക്കുമ്പോൾ കേരള ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് റാങ്ക് പുറകോട്ട് പോകുന്നു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ കമ്മിറ്റിയായി രൂപീകരിച്ച് അവരോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. IIT പ്രൊഫസർമാരുടെ സ്റ്റാറ്റിസ്റ്റ്യന്മാരുടെ ഒരു വിദഗ്ധ സമിതിയായിരുന്നു. ആ വിദഗ്ധ സമിതി 5 ഫോർമുല എൻട്രൻസ് കമ്മീഷർക്ക് കൊടുത്തു. എൻട്രൻസ് കമ്മീഷൻ അതിലൊരു ഫോർമുല ശുപാർശ ചെയ്തു. അത് മന്ത്രിസഭ അംഗീകരിച്ചു. അപ്പോൾ എൻട്രൻസ് കമ്മീഷൻ ഒരു ഫോർമുലയാണ് ശുപാർശ ചെയ്തത്, അത് മന്ത്രിസഭ അംഗീകരിച്ചു. അപ്പോൾ മന്ത്രിസഭയുടെ ഭാഗത്ത് ഇതിൽ യാതൊരു തെറ്റുമില്ല. എൻട്രൻസ് കമ്മീഷൻ പറയുന്നതാണ് കേട്ടെന്നുള്ളതേ ഉള്ളൂ. ഇനി എൻട്രൻസ് കമ്മീഷണർ ഈ 5 ഏത് ഫോർമുല കൊടുത്തു, അതിൻ്റെ അപാകത എന്തൊക്കെയാണ്? വിദഗ്ധ സമിതി കൊടുത്ത 5 ഫോർമുലകൾ നമ്മൾ കണ്ടിട്ടില്ല. എന്നാലും 5 ഫോർമുല ഏകദേശം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. എൻട്രൻസ് കമ്മീഷൻ തമിഴ്നാട് മോഡലിലുള്ള ഏറ്റവും സ്യൂട്ടബിളായിട്ട് ഒരെണ്ണം എടുത്തെന്നാണ് പറയുന്നത്. അത് തമിഴ്നാട് മോഡലിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. തമിഴ്നാട്ടിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ CBSE മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, തമിഴ്നാട്ടിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, കേരളത്തിലെ നേഴ്സിംഗിൻ്റെ റാങ്ക് കണക്കാക്കുന്നത് എങ്ങനെയാണ്, അതെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിലെ എൻട്രൻസ് റാങ്ക് കണക്കാക്കുന്നത് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ നടത്തിയിരുന്നു. അതിലെ മാർക്ക് 300ലേക്ക് നോർമലൈസ് ചെയ്തെടുക്കും. കൂടാതെ ഹയർ സെക്കൻഡറിയിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളുടെ നോർമലൈസ്ഡ് സ്കോറ് 5:3:2, മാത്തമാറ്റിക്സ് 5, ഫിസിക്സ് 3, കെമിസ്ട്രി 2 എന്ന അനുപാതത്തിൽ നോർമലൈസ് ചെയ്ത് 300ലേക്ക് എടുത്തിട്ട് എൻട്രൻസിൻ്റെ 300 മാർക്കും +2വിൻ്റെ നോർമലൈസ്ഡ് 300 മാർക്കിനെ കൂട്ടി 600ലാണ് റാങ്ക് കണക്കാക്കുന്നത്. അപ്പം ഈ 5:3:2 അനുപാതത്തിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ നമുക്കൊരു അപാകത പറയാൻ പറ്റില്ല. അങ്ങനെ അത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും. ആ ഡിസ്ട്രിബ്യൂഷനിൽ ഇപ്പം താമസിച്ച് പറഞ്ഞു എന്നുള്ളതാണ് ഇതിലൊരു അപാകത പറയാൻ പറ്റുള്ളൂ. എന്നാലും നമ്മൾക്കത് അംഗീകരിക്കാം 5:3:2. അപ്പോൾ മാത്തമാറ്റിക്സിന് കൂടുതൽ മാർക്ക് കിട്ടിയവർക്ക് കൂടുതൽ കിട്ടും, റാങ്ക് കിട്ടും. അത് സ്വാഭാവികമാണ്. അതിന് മാത്തമാറ്റിക്കലായിട്ട് ഇവിടെ നമ്മൾ എതിർപ്പ് പറയുന്നില്ല. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവായി അറിയപ്പെടുന്ന R.A. ഫിഷറാണ്. റൊണാൾഡ് എ ഫിഷർ. അദ്ദേഹമാണ് ഈ നോർമലൈസേഷനൊക്കെ കണ്ടുപിടിച്ചത് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം രസകരമായ ഒരു കാര്യം പറഞ്ഞിരുന്നു. കളവ് 3 തരത്തിലുണ്ട്. ഒന്ന് സാധാരണ കളവ്, പെട്ടെന്ന് കണ്ടുപിടിക്കും. പിന്നെ ഒന്ന് പെരുങ്കള്ളം, അത് ആർക്കും അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, പക്ഷെ കളവ് തന്നെയായിരിക്കും. മൂന്നാമത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞ് ഏത് കളവും സത്യമാക്കാൻ പറ്റും. അത് 99% പേർക്കും മനസ്സിലാവില്ല. അതും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് കാലോചിതമായി ഡാറ്റയ്ക്കനുസരിച്ച് ഫോർമുല മാറ്റിക്കണം.
ഇപ്പം നമ്മളിവിടെ വേറൊരു വീഡിയോ ഞാനിത് മെഷീൻ ലേണിംഗ് അൽഗരിതംസ് ഉപയോഗിച്ച് എങ്ങനെയാണ് നോർമലൈസ് ചെയ്യേണ്ടതെന്നും പറയും. ഇതെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കാലോചിതമായി പണ്ടുള്ള ഡാറ്റയല്ല അനുസരിച്ച് പണ്ടുള്ള ഫോർമുലയല്ല, ഡാറ്റ മാറുമ്പോൾ ഫോർമുലയും മാറും, അൽഗരിതവും മാറും. നമ്മൾ മെഷീൻ ലേണിംഗ് അൽഗരിതം ഉപയോഗിച്ച് ഇതിൻ്റെ തന്നെ ഈ ഫോർമുലയുടെ ആക്യുറസിയും അതുപോലെ തന്നെ പ്രിസിഷനും റീകോളും ഒക്കെ കണ്ടുപിടിക്കും. അപ്പം മനസ്സിലാവും കാര്യങ്ങൾ. സയൻസ് പുരോഗമിക്കുകയാണ്, അതനുസരിച്ച് ഫോർമുലയും മാറ്റണം. ഒരു ഉദാഹരണം പറയാം. 1899 ജെ തോംസൺ മോഡൽ ഓഫ് ആറ്റം കണ്ടുപിടിച്ചു. അന്ന് അതിന് നോബൽ സമ്മാനം കിട്ടി, ശരിയായിരുന്നു. 1911 റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം കണ്ടുപിടിച്ചു. അന്നത് ശരിയായിരുന്നു, അതിന് നോബൽ സമ്മാനം കിട്ടി. 1913 നീൽസ് ബോർ മോഡൽ ഓഫ് ആറ്റം കണ്ടുപിടിച്ചു. അന്ന് അതിന് നോബൽ സമ്മാനം കിട്ടി. 1924 ഷ്രോഡിംഗർ മോഡൽ ഓഫ് ആറ്റം കണ്ടുപിടിച്ചു. അന്ന് അത് ശരിയായി, അതിന് നോബൽ സമ്മാനം കിട്ടി. എന്ന് പറഞ്ഞ് ആദ്യത്തെ ഒന്നും തെറ്റാന്നല്ല പറയുന്നത്. പുരോഗമിച്ചു, സയൻസ് പുരോഗമിച്ചു, അതനുസരിച്ച് പുരോഗമിക്കണം. ഡാറ്റ മാറുന്നതനുസരിച്ച് ഫോർമുലയും മാറണം. ഇപ്പം IIT പ്രൊഫസർമാർ പറഞ്ഞാലും MIT പ്രൊഫസർമാർ പറഞ്ഞാലും ലോകത്ത് മാത്തമാറ്റിക്സിന് ഒരു നിയമമേ ഉള്ളൂ, അത് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി അംഗീകരിച്ചായിരിക്കണം. മാത്സിൻ്റെ ഫോർമുല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോർമുല, ഒരു ഡാറ്റയ്ക്ക് ഒരു ഫോർമുല സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി അംഗീകരിച്ചത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് റൊണാൾഡ് ഫിഷർ പറഞ്ഞതുപോലെ ആയിരിക്കും. അപ്പം നമുക്കിനി ഡാറ്റയിലേക്ക് കിടക്കാം. മെയിനായിട്ട് 4 തരത്തിലുള്ള നോർമലൈസേഷനാണുള്ളത്. ഒന്ന് ടോപ്പർ ബേസ്ഡ് നോർമലൈസേഷൻ, അതാണ് ഇപ്പോൾ +2ൻ്റെ മാർക്ക് ബോർഡിൻ്റെ, ഈ മെത്തേഡിലാണ് ഇപ്പോൾ നോർമലൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് പെർസെൻറ്റേജ് ബേസ്ഡ് നോർമലൈസേഷനാണ്. അത് ഓരോ ബോർഡിലെ കുട്ടികളുടെ മാർക്ക് പെർസെൻറ്റേജിലേക്ക് മാറ്റിയിട്ട് നോർമലൈസ് ചെയ്യും. പിന്നെയുള്ളത് സെറ്റ് സ്കോർ നോർമലൈസേഷനാണ്. അതാണ് 2024 വരെ കീമിന് വേണ്ടി +2 മാർക്ക് നോർമലൈസ് ചെയ്തത്. ഇനി ഇത് രണ്ടും ഒന്നിച്ചുള്ളതാണ് ഹൈബ്രിഡ് മോഡൽ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ മോഡലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ +2ൻ്റെ ചെയ്യേണ്ടത്. അതാണ് ശരിയായിട്ടുള്ള മെത്തേഡ്. നമുക്ക് പ്രോസ്പെക്ടസ് ഒന്ന് നോക്കാം. ഇനി ഇതാണ് പ്രോസ്പെക്ടസിലെ പഴയ ഫോർമുല. ഇത് പഴയ ഫോർമുല അനുസരിച്ച് ഇത് ഗ്ലോബൽ മീൻ, ഇത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത് ഏത് ബോർഡിലെ കുട്ടികളെ ആണോ കൺസിഡർ ചെയ്യുന്നത് ആ ബോർഡിലെ മീൻ മാർക്ക്, ഇത് ആ ബോർഡിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത് കുട്ടിക്ക് കിട്ടിയ മാർക്ക്, ഇതാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മാർക്ക് ചിലപ്പോൾ അധികമായി വരും. ഈ മീൻ മാർക്ക് 2021 ഇത് 84ആണ്. അപ്പോൾ കുട്ടിക്ക് കിട്ടിയ മാർക്കിൽ നിന്നും, ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിക്ക് കിട്ടിയ മാർക്കിൽ നിന്നും ഈ 84 കുറയുമ്പോൾ വളരെ മാർക്ക് കുറയും. ഈ മീൻ മാർക്ക് കൂടിയിരിക്കുമ്പോൾ വളരെ മാർക്ക് കുറയുകയും ഈ ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾക്ക് മാർക്ക് നോർമലൈസ് ചെയ്യുമ്പോൾ കുറയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത് 2021 ഇത് കൂടുതൽ ഈ 84 വരെ എത്തിയത്. 2020 വരെ കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് 2021 ഈ ഫോർമുല ആപ്ലിക്കബിൾ അല്ല. കോവിഡിൻ്റെ കാലമാണ്. ഓക്കെ, ഇപ്പോഴത്തെ മെത്തേഡ് നോക്കാം. ഇപ്പോഴത്തെ മെത്തേഡ് ഇതാണ്. ഇപ്പോഴത്തെ മെത്തേഡിൽ ഹയർ സെക്കൻഡറിയിലെ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടിയോ, മാത്തമാറ്റിക്സിൽ 100ൽ എത്ര മാർക്ക് കിട്ടിയോ അതുപോലെ തന്നെ എടുക്കും. അതിനുശേഷം CBSEയിലെ കുട്ടികളാണ് മാർക്ക് നോർമലൈസ് ചെയ്തതെങ്കിൽ ഇത് ഹയർ സെക്കൻഡറിയിലെ കേരള ഹയർ സെക്കൻഡറിയിലെ മാക്സിമം മാർക്കാണ്, അത് 100. ഈ മാർക്ക് CBSE ഇന്ത്യയിൽ ഏറ്റവും മാക്സിമം മാത്സിന് മാർക്ക് കിട്ടിയ കുട്ടി ഏതാണോ ആ കുട്ടിയുടെ മാർക്കാണ് എടുക്കുന്നത്. അത് ഈ വർഷമല്ല കഴിഞ്ഞ വർഷമല്ല 100 മാർക്കാണ്. അത് ഔട്ട്ലേഴ്സാണ്. ഒരു കുട്ടിക്ക് നല്ലൊരു മാർക്ക് കിട്ടിയാൽ അവിടെ 100 ആവും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ 2 100ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇത് കുട്ടിക്ക് CBSEയിൽ കിട്ടിയ മാർക്കാണ്. അപ്പം നോർമലൈസ് ചെയ്യുമ്പോൾ CBSEയിൽ കുട്ടിക്ക് കിട്ടിയ മാർക്ക് അതുപോലെ തന്നെ അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ അവിടെ ആക്ച്വലി നോർമലൈസേഷൻ നടക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഡിഫക്റ്റ്. ഇനി നമുക്ക് നോക്കാം, നേഴ്സിംഗിൻ്റെ നോക്കാം. നേഴ്സിംഗിൻ്റെ പ്രോസ്പെക്ടസ് 8.4 അനുസരിച്ച് ഇതാണ് ഫോർമുല. T/X/Y. അപ്പോൾ ഈ X എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി കിട്ടിയ മാക്സിമം മാർക്കാണ്.
അത് 100ആണ്. ഇതോ ആ ബോർഡിൽ കിട്ടിയ മാക്സിമം മാർക്കാണ്. CBSE ആണെങ്കിൽ CBSE ആ ബോർഡിൽ കിട്ടിയ മാർക്ക് മാക്സിമം മാർക്കാണ് ആ സബ്ജക്റ്റിൻ്റെ. ബയോളജി ആണെങ്കിൽ ബയോളജി അതിൻ്റെ മാക്സിമം മാർക്ക് അതും 100ആയിരിക്കും, ഇതും 100ആയിരിക്കും. ഇത് കുട്ടിക്ക് CBSEയിലാണെങ്കിൽ CBSEയിൽ കുട്ടിക്ക് കിട്ടിയ മാർക്കാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഈ ടി മാർക്ക്, ഈ ടി എന്ന് പറയുന്ന കുട്ടിക്ക് കിട്ടിയ മാർക്കാണ്, അത് അതുപോലെ നിലനിൽക്കും. അപ്പം അവിടെയും നോർമലൈസേഷൻ നടക്കുന്നില്ല. നേഴ്സിംഗിൻ്റെ കേസിലും പ്രോസ്പെക്ടസ് 8.4 അനുസരിച്ച് അവിടെയും നോർമലൈസേഷൻ നടക്കുന്നില്ല. ഇനി നമുക്ക് ഡാറ്റകളൊന്ന് നോക്കാം. എൻട്രൻസ് കമ്മീഷൻ 2024 പുറത്തു വിട്ടിരിക്കുന്ന ഡാറ്റയാണിത്. 2024 ഇതിനകത്ത് എല്ലാ ബോർഡിൻ്റെയും ഉണ്ട്. ഇതാ CBSEയുടെ മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി. സ്റ്റേറ്റ് ബോർഡിൻ്റെ ഉണ്ട്, 2008 മുതലുള്ളതുണ്ട്. സ്റ്റേറ്റ് ബോർഡിൻ്റെ 2008 മുതൽ. അതുപോലെ തന്നെ ICSEയുടെ ഉണ്ട്. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്. ഇതിൽ നമുക്ക് ഓരോ ഡാറ്റയും ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റേറ്റ് ബോർഡിൻ്റെ എടുത്ത് നോക്കാം. സ്റ്റേറ്റ് ബോർഡിൻ്റെ ഇതാണ് സ്റ്റേറ്റ് ബോർഡിൻ്റെ ഡാറ്റ. ഈ ഡാറ്റയിൽ 2008 2008 മാർക്കാണിത്. ഇത് 2020 മാർക്ക്, മാത്തമാറ്റിക്സിൻ്റെ മാർക്കാണ്. 2020 കുഴപ്പമൊന്നുമില്ല, 59ആണ് മീൻ മാർക്ക്. 2021 84ആയി. മീൻ മാർക്ക് കൂടി. ഈ മീൻ മാർക്ക് കൂടാനുള്ള കാരണം അസസ്മെന്റ് മാറി. അസസ്മെന്റ് മാറുമ്പോൾ മീൻ മാർക്ക് മാറും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല മാറണം. 2021 മുതൽ ഫോർമുല മാറണം. 2020 നോർമലൈസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ CBSE കുട്ടികളെക്കാളും കൂടുതൽ കേരള സിലബസിലുള്ള കുട്ടികൾക്കായിരുന്നു മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. 2021 മുതൽ 2024 വരെ കേരള സിലബസിലെ കുട്ടികൾക്ക് കുറയും. കാരണം മീൻ മാർക്ക് കൂടി നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് മീൻ മാർക്ക് കൂടിയത്. ഇതുകൊണ്ടാണ് ഇത് സംഭവിക്കാനുള്ള കാരണം. ഇനി നമുക്ക് 3 ബോർഡിൻ്റെയും കമ്പയർ ചെയ്ത് നോക്കാം. ഇത് തമിഴ്നാട് ഗവൺമെൻറ്, തമിഴ്നാട് ബോർഡ്, ഇത് കേരള ബോർഡ്, ഇത് CBSE ബോർഡ്. ഇതിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മീൻ മാർക്ക് നോക്കുക. 2020 വരെ മീൻ മാർക്കിൽ ഇതാണ്ട. 2020 വരെ CBSEയുടെ മീനും സ്റ്റേറ്റ് ബോർഡിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെയും ഒരേപോലെയാണ്. ഇവിടെ 2020 കേരള ബോർഡിൻ്റെ 59.95 സംതിങ് ആണ്. CBSEക്ക് 70ആണ് മീൻ മാർക്ക്. ആ വർഷം നോർമലൈസ് ചെയ്യുമ്പോൾ CBSEക്കാർക്ക് നഷ്ടം വരും, കേരള സിലബസിന് കൂടും. ഇനി അത് 2020 വരെ. 2021 സിനാരിയോ മാറി. 2021 ഇതാണ് മീൻ മാർക്ക്. CBSEയുടെ മീൻ മാർക്ക് 73, സ്റ്റേറ്റിൻ്റെ 84, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റേറ്റിൻ്റെ 15, CBSEയുടെ 15 തന്നെ, കുഴപ്പമില്ല. പക്ഷേ മീൻ മാർക്ക് ഇവിടെ കൂടി സ്റ്റേറ്റിൻ്റെ. അപ്പോൾ സ്റ്റേറ്റിലെ കുട്ടികളുടെ മാർക്ക് നോർമലൈസ് ചെയ്യുമ്പോൾ താഴേക്ക് പോകും. ഇങ്ങനെ മീൻ മാർക്ക് കൂടാനുള്ള കാരണം ഇവിടെ അസസ്മെന്റ് മാറി. 60 മാർക്ക് തിയറിയും 40 മാർക്ക് പ്രാക്ടിക്കലും ഉണ്ട് മാത്സിന്, 20 മാർക്ക് ഇന്റേണൽ അസസ്മെന്റിനും. CBSEയിൽ 80 മാർക്കിന്റെ തിയറിയും 20 മാർക്ക് ഇന്റേണൽ അസസ്മെന്റുമാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ബോർഡിലും 80 മാർക്ക് തിയറി, 20 മാർക്ക് ഇന്റേണൽ അസസ്മെന്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കാനുള്ള കാരണം. ഇനി 2024, 23, 22 തമിഴ്നാട്ടിലെ മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കുക, കേരള സിലബസിലെ മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കുക, CBSEയിലെ മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കുക. ഇതൊക്കെ എൻട്രൻസ് കമ്മീഷൻ 2024 പുറത്തുവിട്ടതാണ്. കേരളത്തിലെ മീൻ മാർക്ക് കൂടുതലാണ്. പക്ഷേ CBSEയിലെയും തമിഴ്നാട്ടിലെയും ഒരേപോലെയാണ്, വലിയ വ്യത്യാസമില്ല. എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. തമിഴ്നാട് ബോർഡിൽ നോർമലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ മെത്തേഡിൽ നോർമലൈസ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ടോപ്പർ ബേസ്ഡ് നോർമലൈസേഷൻ കൊണ്ട് കുഴപ്പമില്ല തമിഴ്നാട്ടിൽ. അത് തമിഴ്നാട്ടിലെ കുട്ടികൾക്കും CBSEയിലെ കുട്ടികൾക്കും ഈ തരത്തിൽ നോർമലൈസ് ചെയ്യാൻ വലിയ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യല. പക്ഷെ കേരളത്തിൽ അത് അഫക്റ്റ് ചെയ്യും. കേരളത്തിൽ അതുകൊണ്ട് പെർസെൻറ്റേജ് ബേസ്ഡ് നോർമലൈസേഷനും സെറ്റ് സ്കോർ നോർമലൈസേഷനുമേ സാധിക്കൂ. ഇനി നമുക്ക് ഹൈബ്രിഡ് നോർമലൈസേഷൻ മെത്തേഡിൽ
എങ്ങനെയാണ് CBSEയിൽ 95 മാർക്സ് കിട്ടിയ കുട്ടിയുടെ മാർക്ക് കേരള ബോർഡിലെ കുട്ടിയുടെ മാർക്കുമായിട്ട് നോർമലൈസ് ചെയ്യുന്നതെന്ന്. അപ്പം ഈ CBSEയിലെ 95 കിട്ടിയ മാർക്ക് കേരള സിലബസിൽ പഠിച്ചാൽ എത്ര മാർക്ക് കിട്ടും എന്നുള്ളതാണ്. ഈ 2020ലെയാണ് ഡാറ്റ നമ്മൾ എടുക്കുന്നത്. ഈ മെത്തേഡാണ് ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഇത് CBSEയിലെ മാത്സിൻ്റെ മീൻ മാർക്ക്, ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് സ്റ്റേറ്റിൻ്റെ മീൻ മാർക്ക്, സ്റ്റേറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2020. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ 95 സെറ്റ് സ്കോറിനെ, റോ സ്കോറിനെ, കുട്ടിക്ക് കിട്ടിയ മാർക്ക് 95 ആണ്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് സ്കോറിലേക്ക് മാറ്റണം. അതിന് കുട്ടിക്ക് 95 ഇത് കുട്ടിക്ക് കിട്ടിയ ആ ബോർഡിൻ്റെ മീനാണ് CBSEയിലെ, ഇത് ആ ബോർഡിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് അങ്ങനെ മാറ്റുമ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.432 കിട്ടും. ഇനി ഈ 1.432നെ നമ്മൾ പെർസെൻറ്റേജിലേക്ക് മാറ്റണം. CBSEയിൽ ആ കുട്ടിക്ക് പെർസെൻറ്റേജ് മാർക്ക് എത്രയാണ്, ആ കുട്ടീനെ പെർസെൻറ്റേജ് മാർക്ക് ഇത് നമുക്ക് കാണുന്ന ഒന്നുകിൽ കാൽക്കുലേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ടേബിളിൽ നിന്ന്. ആ കുട്ടിയുടെ പെർസെൻറ്റേജ് മാർക്ക് 92.4 ആണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയേക്കാൾ മാർക്ക് കുറവുള്ള 92.4% കുട്ടികൾ CBSE ബോർഡിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞാൽ ഈ 92.4നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സെറ്റ് സ്കോർ കണ്ടുപിടിക്കണം. ആ സെറ്റ് സ്കോർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫോർമുല ഈ 92.4 മീൻ പെർസെൻറ്റേജിനെ, ഈ പെർസെൻറ്റേജിനെയാണ് സെറ്റ് സ്കോറിലേക്ക് മാറ്റുന്നത്. അതിൻ്റെ മീൻ 50 ആണ്, പെർസെൻറ്റേജിൻ്റെ മീൻ 50 ആണ്. പെർസെൻറ്റേജിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ താഴെ അത് 29 ആണ്. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ പെർസെൻറ്റേജ് സ്കോറിനെ സെറ്റ് സ്കോറിലേക്ക് മാറ്റുമ്പോൾ 1.462 കിട്ടും. അതിനുശേഷം ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ബോർഡിലേക്ക് കൺവേർട്ട് ചെയ്യണം ഈ 1.462നെ. അതിനുപയോഗിക്കുന്ന ഫോർമുല ഇതാണ്. ഇത് കുട്ടിക്ക് ഇപ്പം 59.95 എന്ന് പറഞ്ഞാൽ കേരള ബോർഡിലെ മാർക്കാണ്. ഇത് കേരള ബോർഡിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കേരള ബോർഡിലേക്കാണ് മാറ്റേണ്ടത്. ഇത് കുട്ടിക്ക് കിട്ടിയ CBSEയിലെ സെറ്റ് സ്കോർ ഇത്. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 89.54 കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോൾ 95 മാർക്സ് CBSEയിൽ കുട്ടിയെ കിട്ടിയത് CBSEയിലെ സെറ്റ് സ്കോർ 1.432 ആണ്. ആ കുട്ടിയുടെ CBSEയിലെ പെർസെൻറ്റേജ് സ്കോർ 92.4 ആണ്. ആ കുട്ടിയുടെ കേരള ഹയർ സെക്കൻഡറിയിലെ സെറ്റ് സ്കോർ 1.462 ആണ്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി കേരള സിലബസിൽ പഠിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് 2020 കിട്ടുന്ന മാർക്ക് 89.54 ആണ്. CBSEയിൽ 2020 മാത്സിന് പഠിച്ചൊരു കുട്ടിക്ക് 95 മാർക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടി കേരള സിലബസിൽ പഠിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് 89.54 ഉള്ളൂ. ഇതാണ് ഹൈബ്രിഡ് നോർമലൈസേഷൻ മോഡൽ അനുസരിച്ച് കിട്ടുന്നത്. ഇതാണ് ഇപ്പോൾ ചെയ്യേണ്ട മെത്തേഡ്. അവസാനമായിട്ടൊന്നും കൂടെ പറയാം. കേരള സിലബസിൽ കിട്ടിയ കുട്ടിയുടെ മാർക്ക് അതുപോലെ തന്നെ നിലനിർത്തുക. ഇപ്പം 120 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 100ലേക്ക് കൺവേർട്ട് ചെയ്യുക. മാത്സിൻ്റെ മാർക്ക് അതിപ്പോൾ 98.5 ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നിൽക്കുക. ഇനി CBSEയിൽ ഒരു കുട്ടിക്ക് 95 മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, അതിനെ ഈ ഫോർമുല വെച്ച് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 89.54 ആയിരിക്കും. ഇത് 2020 അതുപോലെ തന്നെ 2025 ചെയ്യുക. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെയാണ് ഫോർമുല. ഹൈബ്രിഡ് മോഡലിൽ ഇതാണ് ഫോർമുല. ഇത് ഹൈലി മാത്തമാറ്റിക്കലാണ്. ഇത് BTechൻ്റെ 4ാം വർഷം മാത്തമാറ്റിക്സിൽ പഠിക്കാനുള്ളതാണ്. അതുകൂടാതെ ഇത് BTechൽ മെഷീൻ ലേണിങ്ങിൻ്റെ അൽഗരിതം ഉപയോഗിച്ച് കുട്ടികൾക്ക് ചെയ്യാനുള്ളതാണ്. ഇതെല്ലാം അക്കാഡമിക്സിൻ്റെ ഭാഗമാണ്. ഓക്കെ, താങ്ക് യു.